നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോളജി പൊതുജനാരോഗ്യം 2025 പ്രിലിംസിൽ ചോദിച്ചിട്ടുള്ള 4 ഘട്ടങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ്. അതിനു മുമ്പ് എല്ലാവരോടും ഒരു താങ്ക് യു പറയാണ്ട് നിങ്ങളുടെ സപ്പോർട്ട്സിന് നിങ്ങളുടെ ഒരു കമൻ്റ് ആയാൽ പോലും അത് ഭയങ്കര വിലപ്പെട്ടതാണ്. കാരണം നിങ്ങളുടെ ആ ഒരു കമൻറ്റ് കാരണമാണ് നമുക്ക് വീഡിയോസ് പിന്നെയും ചെയ്യാൻ ഉള്ളൊരു പ്രചോദനം. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം, ക്ലാസ്സിലേക്ക് പോവാം. ആ ക്വസ്റ്റ്യൻസ് 4 ഘട്ടത്തിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യ ഘട്ടം ഫേസ് 1ൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം. ജൈവമണ്ഡലത്തിലെ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജൈവമണ്ഡലത്തിൽ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഓപ്ഷൻ സി, വാൾട്ടർ ജി റോസൻ ആണ് ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സാധിക്കുന്നത് പ്ലാസൻ്റയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതാണ്? സ്ക്ലിറൻ കൈമയാണ് ആൻസർ വരുന്നത്. ചെറുകുടലിനകത്തെ പോഷക ആഗീകരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം എന്ന് പറയുന്നത് വില്ലസുകൾ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ വൃക്കധമനിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. നേത്രവൈകല്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുത്തുന്നത് മൂലം വരുന്ന രോഗമാണ് സിറോഫ്താൽമിയ. തെറ്റല്ലേ? വൈറ്റമിൻ ബിയുടെ കുറവ് നിശാന്തതയ്ക്ക് കാരണമാകുന്നു. വൈറ്റമിൻ ബി ആണോ? അല്ല, വൈറ്റമിൻ എ ആണ്. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. ശരിയാണ്. കണ്ണിലെ ലെൻസ് അതാര്യമാവുന്ന അവസ്ഥയാണ് തിമിരം. അപ്പോൾ ഇവിടെ 3ഉം 4ഉമാണ് ഓപ്ഷൻ ബി ശരിയായിട്ടുള്ളതല്ലേ? 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം മൊനീറ. ഓപ്ഷൻ സി മൊനീറയാണ്. ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഭീമാകാരത്വം സൊമാറ്റോട്രോപ്പിൻ്റെ ഏറ്റക്കുറച്ചിൽ കാരണമാണ് വരുന്നത്. നെക്സ്റ്റ്, കോശശ്വസനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കോശശ്വസനത്തിൻ്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ചും രണ്ടാം ഘട്ടം റൈബോസോമിൽ വെച്ചും നടക്കുന്നു. അത് ആക്ച്വലി തെറ്റാണ്. ആദ്യഘട്ടമായ ഗൈക്കോളിസിസ് ഓക്സിജന് ആവശ്യമാണ്. ആദ്യഘട്ടത്തിൽ നമുക്ക് ഓക്സിജൻ്റെ ആവശ്യമില്ല. ഗൈക്കോളിസിസിൻ്റെ ഫലമായി 28 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു. 28 ATP അല്ല അവിടെ വരുന്നത്, 2 ATP ആണ്. കാരണം അവിടെ ഓക്സിജൻ്റെ സാന്നിധ്യം ഇല്ല. ഗൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പൈറോവിക് ആസിഡായി മാറുന്നു. അത് ശരിയാണ്. അപ്പോൾ 4 മാത്രമാണ് അവിടെ ശരിയായിട്ടുള്ളത്. വിട്രിയസ് ദ്രവം എവിടെയാണ് കാണുന്നത്? കണ്ണിലാണ് കാണുന്നത്. അപ്പോൾ ഇത്രയും ഫേസ് 1ലെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഇനി ഫേസ് 2ൽ വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സസ്യങ്ങളിലെ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഓവ്യൂൾ വിത്താകുന്നതാണ്. ഓപ്ഷൻ എ. എക്സിറ്റ് കൺസർവേഷൻ ഉദാഹരണമാണ് ബോട്ടാണിക്കൽ ഗാർഡനുകൾ. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം കണ്ടെത്താനാണ് പറഞ്ഞത്. ഗോൾജി കോംപ്ലക്സ് ആണ്. താഴെ പറയുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. രക്തത്തിൽ കാണുന്നത് ഓപ്ഷൻ ബി ഗ്ലോബുലിൻ ആണ്. തന്നിരിക്കുന്നവയിൽ മാംസത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ബന്ധമില്ലാത്തത് ഓപ്ഷൻ ബി ലിപ്പേസ് ആണ്. തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞത്. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീകരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിൽ അളവ് ക്രമീകരിക്കുന്നു. ശരിയാണ്. വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവാണോ? അല്ല, കൂടുതലായിരിക്കും. മഴക്കാലത്തും തണുപ്പുകാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. വാസോപ്രസിൻ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൽ പുനരാഗീകരണം നടക്കും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അതിൽ തെറ്റായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക എന്നാണ് പറഞ്ഞത്. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ്. ശരിയാണ്. ക്ഷയം, എലിപ്പനി, ബാക്ടീരിയ ശരിയാണ്. ഡിഫ്തീരിയ, മലമ്പനി വൈറസ് തെറ്റാണ്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ ബാക്ടീരിയ തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ 1ഉം 2ഉം ശരി, 3ഉം 4ഉം തെറ്റ്. ക്യൂണിക്കൾച്ചർ താഴെ തന്നിരിക്കുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുയൽ വളർത്തലായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ക്യൂണിക്കൾച്ചർ. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥി ഏത്? കൈക്കുഴ, കാൽക്കുഴയിൽ നമ്മൾ കാണുന്നത് തെന്നി നീങ്ങുന്ന സന്ധിയാണ്. സിനാപ്സ്
ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. സിനാപ്സുമായി ബന്ധപ്പെട്ടിട്ട് അത് ആൻസർ ഓപ്ഷൻ ബി 2, 3 ശരി വരുന്നത്. അതായത് പേശീകോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നു. അതുപോലെ തന്നെ 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ, സിനാപ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ് നിശാന്തത. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ഹീമോഫീലിയ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നിശബ്ദ വസന്തം സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ഡി റേച്ചൽ കാഴ്സൺ ആണ്. താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ പെരിയാർ ഒരു വന്യജീവി സങ്കേതമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? ഇനാമൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏതിനം ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിനു കാരണമായ HIV വൈറസ് പെരുകുന്നത്? ഓപ്ഷൻ സി ലിംഫോസൈറ്റ്. മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് കരളിൽ വെച്ചാണ്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഒരു ഇനമാണ് പ്രിയങ്ക. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ചത് 2023 സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. ഇത്രയും ഫേസ് 3 ചോദിച്ചതാണ്. അടുത്ത ഫേസ് 4 എന്തൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് നോക്കാം. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചാൽ ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? ശരീര തുലനില പാലിക്കപ്പെടുന്നില്ല. ശരിയായ ജോഡി കാണുക. ശരിയായത് കാണാനാണ് നമ്മൾ ഫസ്റ്റ് ഫേസിൽ പഠിച്ചു. ജൈവവൈവിധ്യം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതാരാണ്? വാൾട്ടർ ജി റോസൺ. അതിലൊരു സ്റ്റേറ്റ്മെൻ്റ് ഉള്ളൂ, അപ്പോൾ അതന്നെയാണ് ശരി. അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലമാണ് പെരിയോസ്റ്റിയം. മനുഷ്യ ശരീരത്തിൽ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാവൂ. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിൻ്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ ഡി ജീവകം കെ ആണ്. അടുത്തത് 65 ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് കേട്ടോ. 65ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ്? ഓപ്ഷൻ ബി വൈറസ് ആണ്. മഞ്ഞപ്പനി പരത്തുന്നത് ആരാണ്? വൈറസ് ആണ്. അടുത്ത പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് 23 പ്രാധാന്യം എന്താണ്? അത് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആട്ടോ. 67 ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അടുത്തത്, കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായക്കാർക്ക് പ്രമേയ രോഗികൾക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? ഗ്ലൂക്കോമീറ്റർ നൽകുന്നത് വയോമധുരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം? ഓപ്ഷൻ സി തിരുവനന്തപുരമാണ്. കാർഡിയോളജി ഏത് അവയവത്തിൻ്റെ തകരാറ് കൈകാര്യം ചെയ്യുന്നതാണ്? കാർഡിയോളജി ഹൃദയമാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ പൊതുജനാരോഗ്യം ബയോളജി ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് മറ്റേ ടോപ്പിക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ ഇയറിലെ 10th പ്രിലിംസിലെ ക്വസ്റ്റ്യൻസ് ബയോളജി ഏരിയയിൽ നിന്ന്. ഇതുപോലെ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ സയൻസും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആണ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്